അനലൈസറിലേക്ക് സ്വാഗതം. 2024 ജൂലൈ 30 കേരളത്തിലെ പശ്ചിമഘട്ട മലനിരകളോട് ചേർന്ന വയനാട് ജില്ല ആഞ്ഞടിക്കുന്ന പേമാരി, തുടർന്നുണ്ടായ അതിശക്തമായ ഉരുൾപൊട്ടൽ, കുത്തിയൊലിക്കുന്ന ജലം. പുഞ്ചിരിമട്ടത്ത് രാത്രി 12:30 ആദ്യ ഉരുൾപൊട്ടൽ. വീടുകളിലേക്ക് ഇരമ്പിയാർത്ത ജലവും ചെളിയും. ആദ്യ മണിക്കൂറുകളിൽ ആരംഭിച്ച രക്ഷാപ്രവർത്തനം. വനപാലകർ, പ്രദേശവാസികൾ, പോലീസ്, ദുരന്ത നിവാരണ സേന എന്നിവരെല്ലാം പങ്കുചേർന്ന ഊർജിത രക്ഷാ ദൗത്യം. പുലർച്ചെ 2 മണിയോടെ ദുരന്തത്തിന് ആക്കം കൂട്ടി രണ്ടാമത് ഉരുൾപൊട്ടൽ. ദുരന്ത വ്യാപനം 8600 ചതുരശ്ര മീറ്റർ ചുറ്റളവിൽ. രക്ഷാപ്രവർത്തകർ അടക്കം ദുരന്തത്തിന് ഇരയാക്കപ്പെടുന്നു. മുണ്ടക്കൈ, ചുരൽമല, അട്ടമല, മേപ്പാടി, കുഞ്ഞോം തുടങ്ങിയ ഗ്രാമങ്ങളിലെ ഉറങ്ങിക്കിടന്ന മനുഷ്യർക്കും ഇതര ജീവജാലങ്ങൾക്കും മീതെ പൊടുന്നനവേ വന്നുമൂടിയ മണ്ണിൻ്റെ കൂനകൾ, ഇരച്ചാർത്ത മഴവെള്ളം, ഒറ്റപ്പിടച്ചിലിൽ ജീവൻ നഷ്ടമായവർ, ജലം എവിടേക്കെന്നോണം ഒഴുക്കിക്കൊണ്ടുപോയവർ, ഒരു ജീവിതമപ്പാടെ അധ്വാനിച്ചുണ്ടാക്കിയതെല്ലാം ഞൊടിയിടയിൽ കാണാതായവർ, ഒരു വീട്ടിൽ പല മുറികളിൽ ഒന്നിച്ചുറങ്ങിയവർ, അവരിൽ ഒരാളെപ്പോലും കാണാനാകാതെ ഒറ്റയായവർ, കല്ലും മണ്ണും വടവൃക്ഷങ്ങളും കോൺക്രീറ്റ് മേൽപ്പാളികളും മേൽമേൽ വീണ് അംഗഭംഗം വന്നവർ, ആഘാതങ്ങളിൽ മാനസിക നില കൈമോശം പോയവർ. രാത്രി 1 മണിയോടെ സംഭവിച്ച ഉരുൾപൊട്ടലുകളിലാണ് പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ ഗ്രാമങ്ങൾ നാമാവശേഷമായത്. തൊട്ടടുത്ത ഉരുൾപൊട്ടൽ ചൂരൽമല ഗ്രാമത്തെ അപ്രത്യക്ഷമാക്കി. ഇരുവഴിഞ്ഞിപ്പുഴയെ ഇരുവശങ്ങളിലേക്ക് അത് വഴിമാറ്റി. അതോടെ ചൂരൽമല ഗ്രാമം ഓർമ്മകളിലേക്ക് മറഞ്ഞു. വയനാട് ജില്ലയിലെ പുഞ്ചിരിമട്ടം, മേപ്പാടി, മുണ്ടക്കൈ, അറ്റമല, ചൂരൽമല, കുഞ്ഞോം അടക്കമുള്ള 6ഓളം ഗ്രാമങ്ങളാണ് ഉരുൾപൊട്ടലിൻ്റെ കഷ്ടനഷ്ടങ്ങളിൽ ഞെരിഞ്ഞമർന്നത്. കേരള സംസ്ഥാനത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന മരണനിരക്ക് രേഖപ്പെടുത്തുന്ന പ്രകൃതി ദുരന്തം. മരണപ്പെട്ടവരിൽ അധികവും തൊഴിലാളികൾ, തേയില നുള്ളിയും ഏലം കൃഷി ചെയ്തും ജീവിതത്തോട് മല്ലടിച്ചിരുന്നവർ, പരിക്കേറ്റവർ, കാണാതായവർ. സാധ്യമായ നിലകളിലെല്ലാം രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നിർദ്ദേശാനുസരണം മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, K രാജൻ, AK ശശീന്ദ്രൻ, OR കേളു എന്നിവരാണ് വയനാട്ടിൽ ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നത്. വിവിധ സർക്കാർ സംവിധാനങ്ങളുടെ സംയോജനത്തിലൂടെ പുരോഗമിക്കുന്ന സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളാണ് ഇതോടെ കേരളം കണ്ടത്. വനപാലകർ, പ്രാദേശികവാസികൾ, കേരള പോലീസ്, ദുരന്ത നിവാരണ സേന, വിവിധ സംസ്ഥാന കേന്ദ്ര സർക്കാർ ഏജൻസികൾ, സൈന്യത്തിൻ്റെ എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ്, ഡോഗ് സ്ക്വാഡ്, ഫോറസ്റ്റ് ഡ്രോൺ ടീം, ഏഴിമല നാവിക സേനാ സംഘം, നേവിയുടെ റിവർ ക്രോസിംഗ് ടീം, കണ്ണൂർ ഡിഫൻസ് സെക്യൂരിറ്റി കോർപ്പസ്, വായുസേന, ഫയർ ആൻഡ് റെസ്ക്യൂ, സിവിൽ ഡിഫൻസ്, NDRF, ലോക്കൽ എമർജൻസി റെസ്പോൺസ് ടീം, പരിശീലനം നേടിയ സന്നദ്ധ പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർ, യുവജന സംഘടനകൾ, ആരോഗ്യ രക്ഷാപ്രവർത്തകർ, JCB ഓപ്പറേറ്റർമാർ, ആംബുലൻസ് ഡ്രൈവർമാർ, സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലും 24/7 പ്രവർത്തിക്കുന്ന താലൂക്ക് ജില്ലാ കൺട്രോൾ റൂമുകൾ, അപകട സാധ്യതാ ഘട്ടങ്ങളിൽ 1077 1070 എന്നീ ടോൾ ഫ്രീ നമ്പറുകളിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ പോലീസ് ആസ്ഥാനത്ത് പ്രത്യേക കൺട്രോൾ റൂം, സ്വയം സന്നദ്ധമായി റീബിൽഡ് വയനാടിനായി ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് അവശ്യവസ്തുക്കൾ സമാഹരിച്ചയക്കുന്ന എണ്ണിയാലൊടുങ്ങാത്ത മനുഷ്യർ. ഇതെല്ലാം ചേരുന്നതാണ് വയനാട്ടിലെ രക്ഷാപ്രവർത്തനങ്ങൾ. 2024 ജൂലൈ 31 വയനാട്ടിൽ ഇപ്പോൾ ഉണ്ടായ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവരെ എല്ലാവിധത്തിലും സഹായിക്കാൻ നാം ഒരുമിച്ച് ഇറങ്ങേണ്ട സാഹചര്യമാണ്. പലവിധത്തിൽ സഹായങ്ങൾ പ്രഖ്യാപിച്ച് ഇതിനോടകം പലരും മുന്നോട്ട് വന്നിട്ടുണ്ടെങ്കിലും അതൊന്നും മതിയാകില്ല. കൂടുതൽ സഹായങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ എല്ലാ തരത്തിലും നമുക്ക് ആ നാടിനെ പുനർനിർമ്മിക്കാൻ സാധിക്കുകയുള്ളൂ. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ നൽകി അവരെ സഹായിക്കാൻ പങ്കാളികളാകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തോടെ CMDRF അഥവാ ചീഫ് മിനിസ്റ്റേഴ്സ് ഡിസ്ട്രസ് റിലീഫ് ഫണ്ട് കേരള മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനകൾ പ്രവഹിച്ചു. അപരസ്നേഹത്തിലും പാരസ്പരികതയിലും അകമഴിഞ്ഞു വിശ്വസിക്കുന്ന ബഹുജനങ്ങളാണ് മുഖ്യമന്ത്രിയുടെ അഭ്യർത്ഥനയോട് സമുചിതമായി പ്രതികരിച്ചത്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ശുദ്ധ തട്ടിപ്പാണെന്നും അതിന് സുതാര്യതയില്ലെന്നുമടക്കമുള്ള നുണപ്രചാര വേലകൾ നടത്തിയവരും വിരളമല്ല. എന്തായിരിക്കും അതിനു കാരണം? ആരെല്ലാമാണ് ഈ കേരള വിരുദ്ധതയ്ക്ക് പിന്നിൽ? അത് ചർച്ച ചെയ്യുന്നതിന് മുൻപ് എന്താണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി എന്ന് നോക്കാം. പ്രകൃതിക്ഷോഭം, അപകടങ്ങൾ എന്നിവകളുടെ ഭാഗമായി ബന്ധുക്കളുടെ ജീവൻ നഷ്ടപ്പെട്ട അർഹരായ കുടുംബങ്ങൾക്കും വ്യക്തികൾക്കും ആശ്വാസം നൽകുന്നതിനോ വലിയ രോഗങ്ങൾക്കുള്ള ചികിത്സയ്ക്കോ
ഉള്ള അടിയന്തര സഹായ പദ്ധതിയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി. 2 ലക്ഷം രൂപയിൽ താഴെ വാർഷിക വരുമാനം ഉള്ളവർക്കാണ് ചികിത്സാ സഹായം പ്രധാനമായും ലഭ്യമാകുക. ഡോക്ടറുടെ സർട്ടിഫിക്കറ്റ് അടക്കം ഗുണഭോക്താവിൻ്റെ വിശദ വിവരങ്ങൾ പരിശോധിച്ച് വില്ലേജ് ഓഫീസർമാരുടെ റിപ്പോർട്ടിന്മേൽ കളക്ട്രേറ്റിൽ നിന്നാണ് CMDRFിലേക്ക് അപേക്ഷ കൈമാറുക. പൂർണ്ണമായും വെബ് പോർട്ടൽ വഴിയാണ് ഇതെല്ലാം കൈകാര്യം ചെയ്യപ്പെടുന്നത്. ഗുണഭോക്താക്കൾക്ക് അക്കൗണ്ടിലേക്ക് നേരിട്ടാണ് തുക എത്തുക. ദുരിതാശ്വാസ നിധി സംബന്ധിച്ച ഏത് വിവരവും വിവരാവകാശ പ്രകാരം ലഭ്യമാണ്. ഫണ്ടുകൾ CAG ഓഡിറ്റിങ്ങിന് വിധേയമാണ്. ബജറ്റിങ്ങും ചെലവും സംസ്ഥാന നിയമസഭ സൂക്ഷ്മ പരിശോധനയ്ക്ക് വിധേയമാക്കും. ഓൺലൈൻ വഴിയാണ് സംഭാവന സ്വീകരിക്കുക. അഡീഷണൽ ചീഫ് സെക്രട്ടറി ധനകാര്യം ആണ് ഫണ്ട് കൈകാര്യം ചെയ്യുന്നത്. നിയന്ത്രിക്കുന്നത് റവന്യൂ DRF വകുപ്പാണ്. റവന്യൂ സെക്രട്ടറി പുറപ്പെടുവിച്ച ഉത്തരവനുസരിച്ച് ധനകാര്യ സെക്രട്ടറിക്ക് ഫണ്ട് പിൻവലിക്കാം. ജില്ലാ കളക്ടർ, റവന്യൂ സ്പെഷ്യൽ സെക്രട്ടറി, റവന്യൂ മന്ത്രി, മുഖ്യമന്ത്രി എന്നിവർക്ക് സർക്കാർ ഉത്തരവുകളിലൂടെ തുക അനുവദിക്കാം. അതിനുപരിയായി വേണമെങ്കിൽ മന്ത്രിസഭ പാസാക്കണം. CMDRF വെബ് പോർട്ടൽ ആമുഖം. 2024 ജൂലൈ 30 വയനാട്ടിലെ മുണ്ടക്കൈ ഉൾപ്പെടെ നിരവധി പ്രദേശങ്ങളിൽ 300-ലധികം പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും മനുഷ്യവാസ കേന്ദ്രങ്ങൾ നശിപ്പിക്കുകയും ചെയ്ത 1-ലധികം ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കവും സൃഷ്ടിച്ച നാശവുമായി കേരളം പൊറുതിമുട്ടുകയാണ്. ഇപ്പോൾ സുസ്ഥിരവും ഏകോപിപ്പിച്ചതുമായ ശ്രമങ്ങൾ ജീവനും ജീവനോപാധികളും നഷ്ടമായതിന് നഷ്ടപരിഹാരം നൽകാനും കുടിയൊഴിപ്പിക്കപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാനും അവരുടെ വീടുകൾ പുനർനിർമ്മിക്കാനും അത്യാവശ്യമാണ്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് CMDRF ഉദാരമായി സംഭാവനകൾ നൽകി പ്രകൃതി ദുരന്തങ്ങളാൽ നാശം വിതച്ചവരെ വീണ്ടെടുക്കാൻ പിന്തുണ നൽകണമെന്ന് CMDRF അഭ്യർത്ഥിക്കുന്നു. 2024 ജൂലൈ 30 മുതൽ CMDRF അക്കൗണ്ടുകളിലേക്ക് നൽകിയ പുതിയ സംഭാവനകൾ വയനാട്ടിലെ രക്ഷാപ്രവർത്തനത്തിനും ദുരിതാശ്വാസത്തിനും പുനരധിവാസത്തിനും പുനർനിർമ്മാണത്തിനും വേണ്ടിയാണ് ഉപയോഗിക്കുകയെന്ന് CMDRF വെബ്സൈറ്റ് അസന്നിഗ്ധം വ്യക്തമാക്കുന്നു. donation.cmdrf.kerala.government.in എന്ന ഈ പോർട്ടലിലൂടെ CMDRFിലേക്ക് ഓൺലൈനായി സംഭാവന നൽകുന്നതിനാകും. സംഭാവന മെനുവിൽ ക്ലിക്ക് ചെയ്ത് ഓൺലൈൻ സംഭാവന ഫോറം പൂരിപ്പിക്കുന്നതിലൂടെ നെറ്റ് ബാങ്കിംഗ് മുഖേന പണമടയ്ക്കാൻ കഴിയുന്ന പേയ്മെൻറ്റ് ഗേറ്റ്വേയിലേക്ക് നയിക്കപ്പെടും. എല്ലാ പ്രധാന ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകളും ഇവിടെ സ്വീകാര്യമാണ്. പേയ്മെൻറ്റ് വിജയകരമായി പൂർത്തിയാകുന്നതോടെ ഒരു പേയ്മെൻറ്റ് സക്സസ്ഫുൾ അറിയിപ്പ് ഡിസ്പ്ലേയിൽ ലഭ്യമാകുന്നു. 2010 ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ നിയമത്തിൽ നിന്നും CMDRF ഒഴിവാക്കപ്പെട്ടിട്ടുള്ളതിനാൽ വിദേശ രാജ്യങ്ങളിൽ നിന്നും പണം സംഭാവനയായി നൽകുന്നതിനാകും. സംഭാവനകളെ ആദായ നികുതി നിയമം സെക്ഷൻ 80G പ്രകാരം 100% ഒഴിവാക്കിയിട്ടുണ്ട്. നെറ്റ് ബാങ്കിംഗ് എല്ലാ പ്രധാന ക്രെഡിറ്റ് ഡെബിറ്റ് കാർഡുകൾ മുഖേനയും CMDRF ഓൺലൈൻ സംഭാവനകൾ സ്വീകരിക്കുന്നുണ്ട്. പ്രസ്തുത പോർട്ടലിൽ ലിസ്റ്റ് ചെയ്തിരിക്കുന്ന UPI IDകളിലൂടെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി കേരള എന്നതിന് അനുകൂലമായി മാർക്ക് ചെയ്ത ചെക്ക്, ഡിമാൻഡ് ഡ്രാഫ്റ്റ് എന്നിവ രജിസ്റ്റർ ചെയ്ത തപാൽ മുഖേന പ്രിൻസിപ്പൽ സെക്രട്ടറി, ധനകാര്യം, ഫണ്ട് വകുപ്പ്, സെക്രട്ടേറിയറ്റ്, തിരുവനന്തപുരം 695001 എന്ന വിലാസത്തിൽ അയക്കാം. പേര്, തപാൽ വിലാസം, മൊബൈൽ നമ്പർ, ഇമെയിൽ ID എന്നിവയും ചെക്ക്, DD എന്നിവയ്ക്കൊപ്പം അറ്റാച്ച് ചെയ്യേണ്ടതുണ്ട്. തുടർന്ന് കൈപ്പറ്റ് രസീതും IT ഇളവ് സർട്ടിഫിക്കറ്റും ലഭ്യമാകും. donation.cmdrf.kerala.gov.in ൽ നൽകിയിരിക്കുന്ന പ്രിന്റ് രസീത് മെനു ഉപയോഗിച്ച് ഈ പോർട്ടലിലൂടെ നടത്തുന്ന വിജയകരമായ ഓരോ പേയ്മെൻറ്റിനും പേയ്മെൻറ്റ് അംഗീകാരവും സെക്ഷൻ 80G രസീതും സർട്ടിഫിക്കറ്റും നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. RTGS, NEFT, UPI, VPA തുടങ്ങിയ മറ്റ് പേയ്മെൻറ്റ് രീതികളുടെ കാര്യത്തിൽ ബാങ്ക് നൽകുന്ന ഇമെയിൽ ID, മൊബൈൽ നമ്പർ, പേര് അല്ലെങ്കിൽ ഇടപാട് ID എന്നിവ നൽകി രസീതുകൾ പിന്നീട് ഡൗൺലോഡ് അല്ലെങ്കിൽ പ്രിൻ്റ് ചെയ്യാൻ കഴിയും. ഇതിന് receipts.cmdrf.kerala.gov.in എന്ന പോർട്ടലാണ് സന്ദർശിക്കേണ്ടത്. ചെക്ക്, ഡ്രാഫ്റ്റുകൾ മുഖേനയുള്ള പേയ്മെൻറ്റുകൾ, മണി ഓർഡർ അടക്കമുള്ളവ ബന്ധപ്പെട്ട ബാങ്കുമായി ആശയവിനിമയത്തിനു ശേഷം ഓൺലൈനിൽ രസീതുകൾ ജനറേറ്റ് ചെയ്യാം.
മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്കുള്ള സംഭാവനകൾ ഫലപ്രദമായി കൈകാര്യം ചെയ്യുന്നതിന് ധനവകുപ്പിൽ പ്രത്യേക സംവിധാനം രൂപീകരിച്ചിട്ടുണ്ട്. CMDRFന്റെ UPI QR കോഡ് പിൻവലിച്ചതെന്ത്? ദുരിതാശ്വാസ നിധിയുടെ പോർട്ടലിലും സോഷ്യൽ മീഡിയ മുഖേനയും വിവിധ അക്കൗണ്ടുകളുടെ UPI QR കോഡുകൾ CMDRFുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നു. അത് ദുരുപയോഗപ്പെടാനുള്ള സാധ്യത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് പ്രസ്തുത സംവിധാനം പിൻവലിച്ചത്. ദുരിതബാധിതരുടെ പുനരധിവാസത്തിനായി ലഭിക്കുന്ന സഹായങ്ങൾ ഏകോപിപ്പിക്കാൻ ഹെൽപ്പ് ഫോർ വയനാട് സെൽ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. പുനരധിവാസത്തിനായി ഇത്തരം സഹായങ്ങൾ നൽകാൻ തയ്യാറുള്ള ദാതാക്കളുമായി ആശയവിനിമയം നടത്തുന്നതിന് മാത്രമായി ലെറ്റ്സ് ഹെൽപ്പ് വയനാട് @gmail എന്ന ഇമെയിൽ വിലാസവും ലഭ്യമാക്കിയിരിക്കുന്നു. തുടർ പ്രവർത്തനങ്ങൾക്കായി 9188940013, 9188940014, 9188940015 എന്നീ നമ്പറുകളിൽ കോൾ സെന്ററും സജ്ജമാക്കിയിട്ടുണ്ട്. ഓഖി, നിപ്പ, COVID-19, 2018-2019 കാലയളവുകളിലെ മഹാപ്രളയങ്ങൾ മുതൽ വയനാട് ഉരുൾപൊട്ടൽ വരെയുള്ള മഹാമാരികളുടെയും മഹാപ്രളയങ്ങളുടെയും പശ്ചാത്തലത്തിലെ സംഭാവനകൾ, അവ ചിലവഴിച്ച ഇനങ്ങൾ, പ്രതിദിന സംക്ഷിപ്ത വിവരണം, ആകെ തുക എന്നിവ അടക്കമുള്ള വിശദമായ എക്സ്പെൻഡിച്ചർ ഡീറ്റെയിൽസ് ആണ് പോർട്ടലിൽ വളരെ വിശദമായി തന്നെ ലഭ്യമാക്കിയിട്ടുള്ളത്. CMDRFനെ ആർക്കാണ് പേടി? സുതാര്യതയുടെ മേൽവിലാസമായ CMDRFനെതിരെ നട്ടാൽ കുരുക്കാത്ത നുണകൾ പ്രചരിപ്പിക്കുന്നവർ ആരാണ്? എന്താണ് അവരുടെ ഉദ്ദേശം? ആരുടെ കൊട്ടേഷനാണ് ഇവർ പ്ലേ ചെയ്യുന്നത്? കേരള വിരുദ്ധ ഗൂഢസംഘത്തിൻ്റെ ദുരാരോപണങ്ങളിൽ പ്രധാനം ദുരിതാശ്വാസ നിധി വമ്പൻ തട്ടിപ്പാണ് എന്നതാണ്. അതിലേക്ക് പണം നൽകിയാൽ ദുരിതബാധിതർക്ക് പ്രയോജനപ്പെടില്ലെന്നും ചിലർ പ്രചരിപ്പിക്കുന്നുണ്ട്. ഇതുവരേക്കും നേതാക്കളോ മന്ത്രിമാരോ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്തിട്ടില്ലെന്നും ആദ്യം അവരൊക്കെ പണം നൽകി മാതൃകയാകണമെന്നുമുള്ള നിലയിലെ തട്ടിമൂളിക്കലുകളുമുണ്ട്. ആസൂത്രിതമായ ഈ കെട്ടുകഥാ നിർമ്മാണ വ്യവസായത്തിനു പിന്നിലെ വാസ്തവം എന്താണ്? മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി സുതാര്യവും CAG പരിശോധനകൾക്ക് വിധേയവുമാണ്. സംസ്ഥാനത്തെ മന്ത്രിമാർ 1 മാസത്തെ ശമ്പളം ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതിനോടകം തന്നെ സംഭാവനയായി നൽകിയിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ദുരുപയോഗം ചെയ്തു എന്നാരോപിച്ച് മുഖ്യമന്ത്രി, മറ്റു 18 മന്ത്രിമാർ എന്നിവരെ എതിർകക്ഷികളാക്കി 2018 സെപ്റ്റംബറിലാണ് കോൺഗ്രസ് പ്രവർത്തകൻ ശശികുമാർ ലോകായുക്തയ്ക്ക് പരാതി നൽകുന്നത്. 2018-2019 കാലയളവിലെ പ്രളയ ദുരിതാശ്വാസത്തിനായി CMDRFിലൂടെ സമാഹരിച്ച തുക വകമാറ്റി ചെലവഴിച്ചുവെന്ന് ആരോപിച്ചാണ് ലോകായുക്തയിൽ ഹർജി നൽകപ്പെട്ടത്. ലോകായുക്തയുടെ 2 അംഗ സമിതിയും തുടർന്ന് 3 അംഗ സമിതിയും വാദം കേട്ട ശേഷമാണ് ഹർജി തള്ളിയത്. മന്ത്രിസഭാ യോഗത്തിന്റെ തീരുമാനത്തിൽ ഇടപെടില്ലെന്നും പൊതുപ്പണം കൈകാര്യം ചെയ്യാൻ മന്ത്രിസഭയ്ക്ക് അധികാരമുണ്ടെന്നും ലോകായുക്ത വിധിച്ചു. അഴിമതിയും സ്വജനപക്ഷപാതവും നടന്നിട്ടില്ല എന്നും മന്ത്രിസഭ അഴിമതി നടത്തിയിട്ടില്ലെന്നും ലോകായുക്ത വിധിയിലുണ്ട്. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യണമെന്ന അഭ്യർത്ഥനയ്ക്കെതിരെ പ്രചരണം നടത്തിയതിന് സംസ്ഥാന വ്യാപകമായി 14 FIRകളാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. ഇത്തരത്തിലുള്ള 194 പോസ്റ്റുകൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ടെത്തുകയും അവ നീക്കം ചെയ്യുന്നതിന് നിയമപ്രകാരമുള്ള നോട്ടീസ് പോലീസ് നൽകുകയും ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം സിറ്റിയിൽ 4ഉം എറണാകുളം സിറ്റിയിലും പാലക്കാടും 2ഉം വീതവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിക്കെതിരെയുള്ള വ്യാജ പ്രചാരണങ്ങൾ നിരീക്ഷിക്കുന്നതിന് സാമൂഹ്യ മാധ്യമങ്ങളിൽ സൈബർ പോലീസിന്റെ പെട്രോളിംഗ് ശക്തമാക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ പോസ്റ്റുകൾ നിർമ്മിക്കുകയും ഷെയർ ചെയ്യുകയും ചെയ്യുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് ഇതിനോടകം തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. അസാധാരണങ്ങളിൽ അസാധാരണമായ വയനാട് പ്രകൃതി ദുരന്തത്തെ അതിജീവിക്കാൻ സംസ്ഥാനത്തിന് ധാരാളം പണം ആവശ്യമായുണ്ട്. വ്യവസ്ഥാപിതമായ മാർഗങ്ങളിൽ അത് ലഭ്യമാക്കാൻ മാനവികതയിൽ വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിനു മനുഷ്യർ തയ്യാറുമാണ്. സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ നിലയിൽ അർഹർക്ക് ആവശ്യാനുസരണം വിഭവങ്ങൾ പങ്കുവയ്ക്കാൻ ദിശാബോധമുള്ള പുനർനിർമ്മാണം സാധ്യമാക്കാൻ പ്രതിജ്ഞാബദ്ധമായൊരു സർക്കാരിന് മാത്രമേ കഴിയൂ. വാട്സപ്പ് യൂണിവേഴ്സിറ്റികളിലൂടെയടക്കം സംഘടിതവും ആസൂത്രിതവുമായ CMDRF വിരുദ്ധ വിദ്വേഷ പ്രചാരവേലകളുടെ വേലിയേറ്റത്തിലും സമ്പാദ്യ കുടുക്കകൾ പൊട്ടിച്ച് കുരുന്നുകളും
ചായക്കട വരുമാനം അപ്പാടെയും ബസ്സിലെ കളക്ഷൻ തുക കൂട്ടിവെച്ചും മെഴുകുതിരി, മത്സ്യം, കേക്ക്, ബിരിയാണി ചലഞ്ചുകളും വിൽപ്പനകൾ നടത്തിയും സൈക്കിൾ വാങ്ങാൻ സ്വരുക്കൂട്ടിയ പണം ചേർത്തുവെച്ചും ദുരിതാശ്വാസ നിധി നിറയ്ക്കാൻ വലിപ്പച്ചെറുപ്പങ്ങളില്ലാതെ മനുഷ്യസ്നേഹികൾ മത്സരിക്കുകയാണ്. നിപ്പ, ഓഖി, കോവിഡ്-19, ഇരുപ്രളയങ്ങൾ, ഇവകളിൽ നിന്നെല്ലാം ഫിനിക്സ് പക്ഷിയെപ്പോലെ പറന്നുയർന്ന കേരളത്തിൻ്റെ ക്രൈസിസ് മാനേജ്മെൻറ്റ് വൈദഗ്ധ്യം, ഉജ്ജ്വലമായ ക്രാഫ്റ്റ്മാൻഷിപ്പ്, അതിന് നേതൃത്വമായ മുഖ്യമന്ത്രി പിണറായി വിജയനും അദ്ദേഹത്തിൻ്റെ ടീമും, അതിന് കേരളം നൽകിയ ഉറച്ച പിന്തുണ, അർഹമായത് അനുവദിക്കാതെ കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കിയവർ, അവർക്കെല്ലാം ഒരേ മുഖമാണ്, മനസ്സും. മരണം ഘനീഭവിപ്പിച്ച വയനാടിൻ മണ്ണിൻ്റെ കണ്ണീരിനുമേൽ അവർ കക്ഷിരാഷ്ട്രീയത്തിൻ്റെ ദുരന്ത നാടകങ്ങൾ ആടിത്തിമർക്കുന്നു. പ്രതിദായകത്വം സ്വയം സ്വീകരിക്കുന്നു. വയനാടരെ, നിങ്ങൾ കരഞ്ഞുകൊള്ളുക. രക്ഷാദൗത്യങ്ങൾ, പുനരധിവാസം, പുനർനിർമ്മാണം എല്ലാം മറക്കുക. അതിനായി കൊടുക്കില്ല ഒരു ചില്ലിക്കാശുപോലും. മുടക്കാൻ ഒതുക്കാൻ മടിക്കില്ല, മടിയുമില്ല. മരണം, സുഖം, സന്തോഷം, ദോഷൈകദൃക്കുകൾ, വഴിമുടക്കികൾ, വിഷത്തിലെ അണുകീടങ്ങൾ ഞങ്ങൾ. ഈ വിധം നിറഞ്ഞാടുന്ന അനൈതികതയുടെ ആൾരൂപങ്ങളോട് തികച്ചും സുതാര്യമായ CMDRFനെ മുൻനിർത്തി ദുരന്തമുഖത്ത് വ്യാജ പ്രചരണം നടത്തരുതെന്ന് ഒരു നാടാകെ അഭ്യർത്ഥിക്കുകയാണ്. 2024 ജൂലൈ 31 മുതൽ ഓഗസ്റ്റ് 6 വരെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും 89,13,000 രൂപയാണ് വിതരണം ചെയ്യപ്പെട്ടത്. 361 പേരാണ് വിവിധ ജില്ലകളിൽ നിന്നുള്ള ഗുണഭോക്താക്കൾ. കഴിഞ്ഞ 7.5 വർഷത്തിനിടയിൽ 7,687 കോടി രൂപയാണ് CMDRF മുഖേന അർഹർക്ക് ലഭ്യമായത്. ഇത്രയും സുതാര്യമായ ഒരു ജനകീയ സംവിധാനത്തെയാണ് വ്യാജ പ്രചരണത്തിലൂടെ ചിത്രവധം ചെയ്യാൻ സാഡിസ്റ്റുകൾ പെടാപ്പാടുപെടുന്നത്. എത്ര പ്രതിസന്ധികളാണ് നമ്മൾ അതിജീവിച്ചത്, എത്ര വെല്ലുവിളികളെയാണ് നമ്മൾ പ്രതിരോധിച്ചത്. ഒരുമയുടെ ഈ കരുത്തിനു മുന്നിൽ എത്ര വമ്പന്മാരാണ് മുട്ടുകുത്തിയത്. അതിനാൽ കേരളത്തിനോട് കളിക്കരുത്. ലോകമിപ്പോൾ വയനാട്ടിലാണ്, വയനാട് കേരളത്തിലും. നല്ല നമസ്കാരം.